സാധാരണ എൻ്റെ വീട്ടിൽ വാപ്പ വാങ്ങാറ് മിൽമൻ്റെ പാലാണ്. ഈ ഇടയായിട്ട് കുറച്ച് ദിവസമായി വാപ്പ വാങ്ങുന്നത് വൈറ്റ് മിൽക്കാണ്. മാർക്കറ്റിലേക്ക് വന്നത് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ വൈറ്റ് മിൽക്ക് ശ്രദ്ധിക്കുന്നത് മാർക്കറ്റിംഗ് ഫീൽഡിലായതുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഇത് മാർക്കറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വാപ്പ വാങ്ങിയപ്പോൾ വാപ്പനോട് ചോദിച്ചു ഇത് നിങ്ങൾ വാങ്ങാനുള്ള കാരണമാണ്. അപ്പോൾ വാപ്പ പറഞ്ഞതെന്ന് വെച്ചാൽ ഷോപ്പുള്ള ആളുകൾ പറയുന്നത് നല്ല പാലാണെന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി നല്ലോണം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? പക്ഷെ എനിക്കിതിന് കൂടുതൽ അട്രാക്റ്റീവായി തോന്നിയത് ഇതിൻ്റെ പാക്കേജാണ്. മാർക്കറ്റിൽ പുതിയ മിൽമ കോപ്പി അടിച്ചുകൊണ്ട് മിൽന വന്നു, അതുപോലെ ഇളനാട് വന്നു, വേറൊരു പാലുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ സെയിം പാലിൻ്റെ ഒരു ബിസിനസ് എങ്ങനെയാണോ അതിൻ്റെ സെയിം പാറ്റേൺ, സെയിം പാക്കേജ്, സെയിം സ്ട്രാറ്റജി ഈ രീതിയിലായിരുന്നു പോയിരുന്നത്. എന്നാൽ വൈറ്റ് മിൽക്ക് വന്നത് വേറെ രീതിയിൽ കുറച്ചുകൂടി എനിക്ക് ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് തോന്നുന്നുണ്ട് ഈ മിൽക്ക് കാണുമ്പോൾ. പാക്കേജിങ് കൊണ്ടുവന്ന ബ്രാൻഡ് സ്ട്രാറ്റജി വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ? പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ളത്? മാർക്കറ്റിൽ എന്നും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും കണ്ടില്ലേ, സൈലബാൻ കണ്ടു തുടങ്ങിയപ്പോൾ എല്ലാവരും അതേ സെയിം പാറ്റേണിൽ പിടിക്കുന്നത്. പാറ്റേൺ മാറ്റി പിടിക്കാനുള്ളത്, എല്ലാവരും ഒരേ പാറ്റേൺ പിടിക്കുമ്പോൾ ഒരു കാര്യമില്ല. പർപ്പിൾ കവ് എഫക്റ്റ് നമ്മളെപ്പോഴും പറയാറുണ്ട്. പാറ്റേൺ മാറ്റി പിടിക്കാനുള്ളതാണ്. ഈ ഒരു ഇത് കാണുമ്പോൾ കുറച്ചൊരു അട്രാക്ട് ചെയ്യുന്നുണ്ട്. വാപ്പനെ വെച്ച് വാപ്പാണ് ഇത് ഗൾഫിലുള്ള പോലെ ആണല്ലോ. ഗൾഫിൽ വാപ്പ കുറച്ച് നേരം ദുബായിലുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ അൽമാര എന്നിട്ട് പറഞ്ഞ പാലുണ്ട്, അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മാർക്കറ്റിൽ പുതിയ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് എപ്പോഴും അറ്റൻഷൻ ഉണ്ടാവുക. അല്ലാണ്ട് സെയിം പാറ്റേൺ നമ്മൾ സെയിം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അറ്റൻഷൻ കിട്ടൂല. ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായങ്ങൾ പറയട്ടോ. എനിക്ക് ഭയങ്കര ലൈക്കായി പാക്കേജ്, അതാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയാനുള്ള കാരണം.